എല്ലാവർക്കും ഗ്രാമർ ക്ലാസ്സിലേക്ക് സ്വാഗതം. SSLC പരീക്ഷ ആസന്നമായിരിക്കുന്ന ഈ വേളയിൽ വേഗത്തിൽ റിപ്പോർട്ട് സ്പീച്ച് ഉൾക്കൊള്ളുക എന്നതാണ് ഈ ക്ലാസിന്റെ ലക്ഷ്യം. അതുകൊണ്ട് നേരെ ക്ലാസ്സിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യാനുള്ള രണ്ട് സെന്റൻസ് ആണ്. ഒന്ന് ഒരു ഇന്റർഗേറ്റീവ് സെന്റൻസും ഒന്ന് ഒരു അസർട്ടീവ് സെന്റൻസും. ഇന്റർഗേറ്റീവ് പ്രൊനൗണിൽ ആരംഭിക്കുന്ന ഇന്റർഗേറ്റീവ് സെന്റൻസ് എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഇവിടെ മാളുവാണ് റിസ്വാനോട് ചോദിക്കുന്നത്. അപ്പോ മാളു ആസ്ക്ഡ്. ഈ ആസ്ക് എന്ന് പറയുന്ന വാക്ക് ഇവിടുത്തെ റിപ്പോർട്ടിംഗ് വെർബാണ്. സാധാരണയായി ഇന്റർഗേറ്റീവ് സെന്റൻസ് റിപ്പോർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന റിപ്പോർട്ടിംഗ് വെർബ് ആസ്ക് ആണ്. ഇവിടെ ആസ്കിന്റെ പാസ്റ്റ് ഫോം ആണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. മിക്കവാറും 99% സ്ഥലങ്ങളിലും പാസ്റ്റ് ഫോമിൽ തന്നെയാണ് റിപ്പോർട്ടിംഗ് വെർബ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ മാളു ആസ്ക്ഡ് അടുത്ത്. അപ്പൊ ഇത്രയും കാര്യം മാളു ആസ്ക്ഡ് എന്നുള്ള കാര്യം, മാളു ആസ്ക്ഡിന്റെ കൂടെ ആരോടാണ് ചോദിച്ചതെന്ന് കൂടെ വരണം. ആരോടാണ് ചോദിച്ചിരിക്കുന്നത്? റിസ്വാന്റെ അടുത്താണ് ചോദിച്ചിരിക്കുന്നത്. മാളു ആസ്ക്ഡ് റിസ്വാൻ. ഇനി നമ്മൾ ഈ സെന്റൻസുമായിട്ട് കണക്ട് ചെയ്യണം. അപ്പോ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇവിടെ നമുക്കൊരു സെന്റൻസ് ഉണ്ട്, മാളു ആസ്ക്ഡ് റിസ്വാൻ. ഈ മാളു ആസ്ക്ഡ് റിസ്വാൻ എന്ന സെന്റൻസിന്റെ കൂടെ ഈ സെന്റൻസിനെ റിപ്പോർട്ട് ചെയ്ത് ഇതുമായിട്ട് എന്ത് ചെയ്യണം? കണക്ട് ചെയ്യണം. അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഒരു കണക്ടറിന്റെ ആവശ്യമുണ്ട്. ഇന്റർഗേറ്റീവ് പ്രോനൗണിൽ ആരംഭിക്കുന്ന ഇന്റർഗേറ്റീവ് സെന്റൻസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ ഇന്റർഗേറ്റീവ് പ്രോനൗൺ തന്നെ കൺജക്ഷൻ ആയിട്ട് എന്ത് ചെയ്യും? മാറും. അല്ലെങ്കിൽ കണക്ടർ ആയിട്ട് എന്ത് ചെയ്യും? മാറും. അപ്പൊ ഇവിടെ എന്ത് വരും? വെയർ എന്ന് വരും. വെയർ എന്ന് വരും. എന്നുള്ള വെയർ വന്നത് ഇന്റർഗേറ്റീവ് പ്രോനൗണിൽ ആരംഭിക്കുന്ന ഇന്റർഗേറ്റീവ് സെന്റൻസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ ഇന്റർഗേറ്റീവ് പ്രോനൗൺ തന്നെ കണക്ടർ ആയിട്ട് എന്ത് ചെയ്യും? മാറും. അതാണ് വെയർ എന്ന് പറയുന്നത്. ഇവിടെ കൺജങ്ഷൻ ആയിട്ടാണ് എന്തിരിക്കുന്നത്? ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അടുത്ത നമ്മള് ഇന്റർഗേറ്റീവ് പ്രോനൗൺ കൺജങ്ഷൻ എഴുതി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് നോക്കേണ്ടത് ആരാണ് ഇവിടുത്തെ സബ്ജക്ട്. സബ്ജക്ട് ഇവിടെ ആരാണ്? യു ആണ്. അപ്പൊ സാധാരണയായിട്ട് ഒരു നോർമൽ ഇന്റർഗേറ്റീവ് സെന്റൻസിനകത്ത് സബ്ജക്റ്റിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഓക്സിലറി വെർബിന്റെയും ഇടയിലായിരിക്കും. അപ്പൊ യു ആണ് ഇവിടുത്തെ സബ്ജക്ട്. യുവിന് ചേഞ്ച് ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന വാക്കാണ്. ഇവിടെ ആരാണ് ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത് നിൽക്കുന്നത്? റിസ്വാൻ ആണ്. അപ്പൊ റിസ്വാൻ അനുസരിച്ച് ഇവിടെ ഈ ഇന്റർഗേറ്റീവ് പ്രോനൗൺ എന്ത് ചെയ്യും? മാറ്റം എന്ത് ചെയ്യും? ഉണ്ടാവും. അപ്പോ യു എന്ന് പറയുന്നത് എങ്ങനെ മാറണം എന്ന് ചോദിച്ചാൽ റിസ്വാൻ എന്ന തേർഡ് പേഴ്സൺ ആണ്. അപ്പൊ യു എന്ന് പറയുന്നത് ആൺകുട്ടികളാണെങ്കിൽ ഈ പാറ്റേണിൽ മാറും. അത് റിസ്വാൻ പെണ്ണായിരുന്നുവെങ്കിൽ ഈ പാറ്റേണിൽ എന്ത് ചെയ്യുമായിരുന്നു? മാറുമായിരുന്നു. അപ്പോ യു എങ്ങനെ മാറും? ഹി ആയിട്ട് എന്ത് ചെയ്യും? മാറും. എന്തുകൊണ്ട്? ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസിലെ യു ഇവിടെ കേൾക്കുന്ന ആള്, അതായത് ഒബ്ജക്റ്റ് സ്ഥാനത്ത് നിൽക്കുന്ന ആള് ആരാണ്? റിസ്വാൻ ആണ്. റിസ്വാൻ ആൺകുട്ടി ആയതുകൊണ്ട് ഇവിടെ ഹി ആയിട്ട് മാറും. റിസ്വാൻ പെൺകുട്ടി ആയിരുന്നുവെങ്കിൽ അത് ഷീ ആയിട്ട് എന്ത് ചെയ്താനെ? മാറിയാണ്. അപ്പൊ ആദ്യം നമ്മൾ എന്തെടുത്തെഴുതി? കൺജങ്ഷൻ എടുത്തെഴുതി. പിന്നെ നമ്മൾ എന്തെടുത്തെഴുതി? സബ്ജക്ട് എടുത്തെഴുതി. ഇനി നമ്മൾ എടുത്തെഴുതേണ്ട കാര്യമാണ് ഓക്സിലറി വെർബിനെയും. അപ്പൊ ഓക്സിലറി വെർബ് ഡിഡ്, വെർബ് ഗോ. ഇവിടെ ഡിഡ് ഗോയാണ്. ഡിഡ് റിപ്പോർട്ട് ഇന്നത്തെ കാര്യമാണ് ഇന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ സമയത്തിന് മാറ്റം ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ഓക്സിലറി വെർബിന് മാറ്റം ഉണ്ടാകും. ഉറപ്പാക്കുക. ഡിഡ് എല്ലാം എന്തായിട്ട് മാറും? റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഹാഡ് ആയിട്ട് മാറും. ഡിഡ് എന്ന് പറയുന്ന ഓക്സിലറി വെർബ് റിപ്പോർട്ട് എന്ത് ചെയ്യും? മാറും. അപ്പോ ഹി ഹാഡ് എന്ന് പറയും. ഹി ഹാഡ്. ഇനി ഗോ എന്ന് പറയുന്ന വാക്കുകൂടെ ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റില്ല. കാര്യം എന്താണ്? ഗോയുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ടത്. ഡിഡിന്റെ കൂടെ ഇൻഫിനിറ്റീവ് ഫോം ഉപയോഗിക്കുമ്പോൾ ഹാഡിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഹാവ്, ഹാസ്, ഹാഡ് 3 ഓക്സിലറി വെർബിന്റെ കൂടെ ഡയറക്റ്റ് ആയിട്ട് വെർബിന്റെ V3 ഫോമിൽ ഉപയോഗിക്കൂ. അതുകൊണ്ട് ഇവിടെ എന്ത് ഉപയോഗിക്കണം? ഗോൺ ഉപയോഗിക്കണം. ഹാഡ് ഗോൺ. ഇനി എസ്റ്റർഡേ എന്ന് പറയുന്നത് ഇന്നലെ എന്ന് പറയുന്ന സമയത്തിന് എന്തുണ്ടാവും? മാറ്റം ഉണ്ടാവും. സമയത്തിന് മാറ്റം ഉണ്ടാവും. എസ്റ്റർഡേ എന്ന് പറയുന്ന വാക്ക് the previous day ആയിട്ട് മാറും. the previous day ആയിട്ട് എന്ത് ചെയ്യും? മാറും. അപ്പോ
നമ്മൾ അറിയേണ്ടത്. അവസാനം ഇവിടെ എന്ത് കൊടുക്കണം? ഫുൾ സ്റ്റോപ്പ് കൊടുക്കണം. ഈ ഇന്റർഗേറ്റീവ് സെന്റൻസിനെ റിപ്പോർട്ട് ചെയ്ത് അസർട്ടീവ് സെന്റൻസ് ആക്കി നമ്മൾ മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്തെല്ലാം മാറ്റം ഒന്നും ശ്രദ്ധിച്ചുകൊള്ളുക. യു ആരനുസരിച്ച് മാറിയിരിക്കുന്നു, ഇവിടുത്തെ റിസ്വാൻ അനുസരിച്ച് മാറിയിരിക്കുന്നു. റിസ്വാൻ ആൺകുട്ടി ആയതുകൊണ്ട് ഇവിടെ എന്തായിട്ട് മാറി? ഹി ആയിട്ട് എന്ത് ചെയ്തു? മാറി. അടുത്തത് നമ്മൾ എന്ത് ചെയ്തു? അടുത്തത് ഡെഡ് ഗോ എടുത്തു. ഡെഡ് ഗോ എങ്ങനെ മാറി? ഡെഡ് ഗോ എന്ന് പറയുന്നത് ഓക്സിലറിന് എപ്പോഴും മാറ്റമുണ്ട്. ഡെഡ് ഒക്കെ എന്തായിട്ട് മാറും? ഹാഡ് ആയിട്ട് എന്ത് ചെയ്യും? മാറും. അതുകൊണ്ട് ഡെഡ് എന്തായിട്ട് മാറി? ഹാഡ് ആയിട്ട് മാറി, ചേഞ്ച് ആയി. അപ്പോ ഹാഡിനോട് നമ്മൾ ഗോ ഉപയോഗിക്കില്ല, അതിന്റെ V3 ഫോമേ ഉപയോഗിക്കൂ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമേ ഉപയോഗിക്കൂ. അതുകൊണ്ടാണ് ഹാഡ് ഗോണായി മാറിയത്. ദ പ്രീവിയസ് ഡേ, ഇന്നലെ അല്ലെ യെസ്റ്റർഡേ എന്നുള്ള വാക്ക് ദ പ്രീവിയസ് ഡേ ആയിട്ട് എന്ത് ചെയ്യും? മാറും. അപ്പോ where did you go yesterday എന്ന സെന്റൻസ് നമ്മൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ മാളു asked Rizwan where he had gone the previous day എന്നായി മാറി. നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത് I went to a film yesterday എന്ന് പറയുന്ന അസർട്ടീവ് സെന്റൻസിനെയാണ് എന്ത് ചെയ്യുന്നത്? റിപ്പോർട്ട് ചെയ്യുന്നത്. അസർട്ടീവ് സെന്റൻസിനെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്ന സബ്ജക്റ്റിൽ ആരംഭിക്കുന്ന തരം സെന്റൻസ് ആണ് അസർട്ടീവ് സെന്റൻസ്. സ്റ്റേറ്റ്മെന്റുകൾ എഴുതാൻ സാധാരണ ഉപയോഗിക്കുന്നത് അസർട്ടീവ് സെന്റൻസ് ആണ്. അപ്പോൾ ഇവിടെ ഈ ഐ വെന്റ് ടു എ ഫിലിം യെസ്റ്റർഡേ എന്ന് പറയുന്ന ഈ അസർട്ടീവ് സെന്റൻസിനെ നമുക്ക് റിപ്പോർട്ട് ചെയ്യണം. ആരാണ് ഈ ആൻസർ ചെയ്തിരിക്കുന്നത്? റിസ്വാൻ ആണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അസർട്ടീവ് സെന്റൻസിന്റെ റിപ്പോർട്ടിംഗ് വെർബായിട്ട് റിപ്ലൈ വരാം, ആൻസർ വരാം, ടെല്ല് വരാം, സേ വരാം. ഇവിടെ ഇന്റർഗേറ്റീവ് സെന്റൻസിന്റെ റിപ്പോർട്ടിംഗ് വെർബായിട്ട് ആസ്ക് മാത്രമേ വരൂ. ഇവിടെ അസർട്ടീവ് സെന്റൻസിന്റെ റിപ്പോർട്ടിംഗ് വെർബായിട്ട് ഏതൊക്കെ വരാം? സേ വരാം, ടെൽ വരാം, ആൻസർ വരാം, റിപ്ലൈ വരാം. ഇവിടെ നമ്മൾ ടെല്ല് ഉപയോഗിക്കുന്നു. ടെല്ലിന്റെ പാസ്റ്റ് ഫോം ടോൾഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഉപയോഗിക്കുന്നു. അപ്പോ റിസ്വാൻ ടോൾഡ് ഇത് മാത്രം പോരാ. ഒബ്ജക്റ്റ് ആരാണ്? മാളു ആണ്. അപ്പോ എന്തെഴുതിയും? റിസ്വാൻ ടോൾഡ് മാളു. ഇനി നേരത്തെ നമ്മൾ എങ്ങനെ എഴുതിയത്? നേരത്തെ മാളു ആസ്ക് റിസ്വാൻ എന്ന് കഴിഞ്ഞിട്ട് നമ്മൾ എന്തിനെ കൊണ്ടുവന്നു? കണക്റ്റീവ് വെർബിനെ എന്ത് ചെയ്തു? കൊണ്ടുവന്നു. അതുപോലെ ഇവിടെയും ആര് കൊണ്ടുവരണം? ഒരു കണക്ടറെ കൊണ്ടുവരണം. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അസർട്ടീവ് സെന്റൻസിന്റെ കണക്ടർ അല്ലെങ്കിൽ കൺജങ്ഷൻ എല്ലായ്പ്പോഴും എന്തായിരിക്കും? ദാറ്റ് എന്ന് പറയുന്ന ഒരേ ഒരു വാക്കായിരിക്കും ഓർത്തുകൊള്ളുക. അപ്പൊ ദാറ്റ് ആണ് ഇവിടുത്തെ എന്തായിട്ട് മാറുന്നത്? കൺജങ്ഷൻ ആയിട്ട് എന്ത് ചെയ്യുന്നത്? മാറുന്നത്. അസർട്ടീവ് സെന്റൻസിന്റെ കണക്ടർ എല്ലായ്പ്പോഴും ആരാണ്? ദാറ്റ് ആണ്. അപ്പൊ നേരത്തെ നമ്മൾ ഇവിടെ കണക്ടറിന് ശേഷം സബ്ജക്റ്റിനെ തപ്പി, അതേപോലെ ഇവിടെയും ആരെ തപ്പി എടുക്കണം? സബ്ജക്റ്റ് ഇവിടെ ആരാണ്? ഐക്ക് ചേഞ്ച് ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്ന ഐയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ആരാണ്? റിസ്വാൻ ആണ്. തേർഡ് പേഴ്സൺ ആണ്. അപ്പൊ ഐയുടെ സ്ഥാനത്ത് നിൽക്കുന്ന റിസ്വാൻ ആണ്. അപ്പൊ റിസ്വാൻ ആൺകുട്ടി ആയതുകൊണ്ട് ഐയുടെ സ്ഥാനത്ത് ആര് വരണം? ഹി വരണം. ഐയുടെ സ്ഥാനത്ത് ആര് വരണം? ഹി വരണം. ഐയുടെ സ്ഥാനത്ത് ആര് വന്നു? ഹി വന്നു. നേരത്തെ നമ്മൾ സബ്ജക്ട് കൊടുത്തതിനു ശേഷം ഓക്സിലറി വെർബിനെയും വെർബിനെയാണ് എടുത്തത്. ഇവിടുത്തെ ഓക്സിലറി വെർബും വെർബും കൂടെ ചേർന്നിരിക്കുകയാണ്. ഈ വെന്റ് എന്ന് പറയുന്നത് ഡെഡ് പ്ലസ് ഗോയാണ് വെന്റായിട്ട് ഇരിക്കുന്നത്. 3 ഓക്സിലറി വെർബുകൾക്ക് മൊത്തം 24 ഓക്സിലറി വെർബുകൾ ഉള്ളതിൽ 3 ഓക്സിലറി വെർബുകൾക്ക് വെർബുമായി ചേരാനുള്ള കഴിവുണ്ട്. അതായത് എന്തില് നമ്മൾ വെള്ളത്തിൽ പഞ്ചസാര അലിഞ്ഞു ചേരുന്നത് പോലെ, വെള്ളത്തിൽ ഉപ്പ് അലിഞ്ഞു ചേരുന്നത് പോലെ 3 ഓക്സിലറി വെർബുകൾക്ക് വെർബുമായിട്ട് അലിഞ്ഞു ചേരാനുള്ള കഴിവുണ്ട്. അവിടെ പാസ്റ്റ് ഫോമിലുള്ള എല്ലാ വെർബിലും ഇരിക്കുന്നത് ഡെഡ് ആണ്. അതിന്റെ പ്രസന്റ് ഫോമിലുള്ള അടങ്ങിയിരിക്കുന്നത് ഡു ആണ്. യെസ് ചേരുന്ന വാക്കുകളിൽ അടങ്ങിയിരിക്കുന്നത് ഡസ് ആണ്. അപ്പൊ ഇവിടെ വെന്റ് എന്ന് പറയുന്നത് വീട്ടു ആയതുകൊണ്ട് ഇവിടെ ഡിഡ് ഗോ ആണ്. നേരത്തെ കണക്ക് ഡിഡ് ഗോ ഹാഡ് ഗോൺ ആയതുപോലെ ഇവിടെയും എന്തായി മാറും? ഹാഡ് ഗോൺ ആയിട്ട് എന്ത് ചെയ്യും? മാറും. ഹാഡ് ഗോൺ. കഴിഞ്ഞ ചോദ്യത്തിൽ ഉണ്ടായിരുന്ന ഡെഡ് ഗോ എങ്ങനെ മാറി? ഹാഡ് ഗോൺ ആയിട്ട് മാറി. അത് കണക്ക് ഉത്തരത്തിലുള്ള ഡെഡ് ഗോയും എന്തായിട്ട് മാറും? ഹാഡ് ഗോൺ ആയിട്ട് എന്ത് ചെയ്യും? മാറും. എവിടെ? ടു എ ഫിലിം. അതിന് മാറ്റമില്ല. പോയത് എന്തിന് തന്നെയാണ്? സിനിമയ്ക്ക് തന്നെയാണ്. അതുകൊണ്ട് അതിനെന്തില്ല? മാറ്റമില്ല. ടു എ ഫിലിം. യെസ്റ്റർഡേ എങ്ങനെ മാറും? ദ പ്രീവിയസ് ഡേ ആയിട്ട് എന്ത് ചെയ്യും? മാറും. ദ പ്രീവിയസ് ഡേ. ദ പ്രീവിയസ് ഡേ. അപ്പൊ ഇങ്ങനെയാണ് ഒരു ഇന്റർഗേറ്റീവ് സെന്റൻസും ഒരു അസർട്ടീവ് സെന്റൻസും എന്ത് ചെയ്യുന്നത്? റിപ്പോർട്ട് ചെയ്യുന്നത്.